ജപമണികളിലൂടെ ഈശോയിലെത്താൻ ദൈവം തന്നൊരു നിധിയാണമ്മ. ജീവിത വ്യഥകളിൽ നീറിടുമ്പോൾ താങ്ങായെത്തുന്നോരമ്മ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജപമണികളിലൂടെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമ്മുടെ യാത്ര മറ്റൊരു ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ്. ഈശോയുടെ തിരുമുഖം തേടിയുള്ള നമ്മുടെ ഒരു ആത്മീയ യാത്ര. ജപമണികൾ കരങ്ങളിലെടുത്ത് പരിശുദ്ധ അമ്മയോടുകൂടെ ഈശോയുടെ ജീവിത രഹസ്യങ്ങളൊക്കെ ധ്യാനിച്ച് നമ്മുടെ യാത്ര നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഒക്ടോബർ മാസത്തിലെ ഈ നല്ലൊരു ദിവസം കർത്താവിൻ്റെ വലിയ കൃപയാൽ അനുഗ്രഹീതമായി തീരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 9 ദിവസങ്ങളായി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെക്കുറിച്ച് ധ്യാനിച്ച് നമ്മൾ മുമ്പോട്ട് പോവുകയായിരുന്നു. ജപമാലയെക്കുറിച്ച് നമ്മൾ പഠിച്ചു, ദിവ്യരഹസ്യങ്ങളൊക്കെ നമ്മൾ ധ്യാനിച്ചു. ആ ജപമാല പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് അത്ഭുതങ്ങളെക്കുറിച്ച് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി നേടിത്തരുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിച്ചു. ഏറ്റവും പ്രധാനമായിട്ടും അമ്മ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന വിശുദ്ധി, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ധ്യാനിച്ച്. ഓർത്ത് നോക്കിയാൽ എന്തോരം അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ സമർപ്പിച്ച നിയോഗങ്ങൾ, ഈ ശുശ്രൂഷ ദിവസങ്ങളിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ കർത്താവ് നമുക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഒത്തിരി പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. കാലാകാലങ്ങളായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ മുമ്പിൽ ഈശോ നിന്ന് ചോദിക്കുന്ന, പണ്ട് സുവിശേഷങ്ങളുടെ ഒരു സംഭവങ്ങൾക്കിടയിൽ ഈശോ ചോദിക്കുന്നുണ്ട്, 10 കുഷ്ഠരോഗികളുടെ ആ ഒരു എപ്പിസോഡിൽ, ഈ ഒരാൾക്ക് മാത്രമേ തിരിച്ചു വന്ന് നന്ദി പറയാൻ തോന്നിയുള്ളൂ എന്ന്. നമ്മൾ വായിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ പല എഴുത്തുകളും കൃതജ്ഞതയാണ് കർത്താവിന് സ്വീകാര്യമായ ബലി. നമ്മളിന്ന് ഈ പ്രത്യേക ദിവസം, ഈ അനുഗ്രഹത്തിൻ്റെ ദിവസം ഈശോയ്ക്ക് നന്ദി പറയാൻ പോവാണ്, പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാൻ പോവാണ്. ഈ ജപമാല പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരു പ്രത്യേക നിയോഗമായിട്ട് നമ്മൾ ഈ ദിവസം പ്രാർത്ഥിക്കുക. നമുക്ക് ഈ ശുശ്രൂഷ സാധ്യമായത് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ടി വിയിലോ നമ്മുടെ ഓൺലൈൻ ഫീൽഡുകളിലോ യൂട്യൂബിലോ ഒക്കെ ആയിട്ട് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒത്തിരി കുടുംബങ്ങൾക്ക്, നമ്മുടെ ആത്മീയ ജീവിതത്തിനൊക്കെ ഉണർവും ഉന്മേഷവും തന്ന് നമ്മുടെ കുടുംബങ്ങളെ പ്രാർത്ഥനയിലൂടെ ആത്മീയ വളർച്ചയിലൂടെ നമ്മൾ നയിച്ച ശാലോം ടെലിവിഷനിലൂടെയാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചാനലിലൂടെയൊക്കെ നമ്മളിന്ന് പ്രത്യേകം നിയോഗം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഈ ശാലോം ടെലിവിഷൻ വഴിയുള്ള ഈശോയുടെ മാധ്യമ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. പ്രിൻ്റ് മാധ്യമം വഴി, ഓൺലൈൻ മീഡിയ വഴി, TV ചാനൽ വഴി, മറ്റു മാധ്യമങ്ങളൊക്കെ വഴി ശാലോം ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും, അതിൻ്റെയൊക്കെ അനുഭവം, അതിൻ്റെയൊക്കെ അനുഗ്രഹം പങ്കുപറ്റിയവരാണ് നമ്മളെല്ലാവരും. അങ്ങനെയെങ്കിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുക. ശാലോം TVക്ക് വേണ്ടി, അവരുടെ മാധ്യമ ശുശ്രൂഷകൾക്ക് വേണ്ടി. പല സ്ഥലങ്ങളിലും പല ശുശ്രൂഷകളിലും അവരേർപ്പെടുമ്പോൾ കർത്താവിൻ്റെ കൃപയിൽ ഇതിരട്ടി അനുഗ്രഹമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പുണ്യപ്രവൃത്തി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാധ്യമ ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരു ജപമാല നമുക്കിത് ചൊല്ലി കാഴ്ചവെക്കാം. ശാലോം TV പോലെ തന്നെ ഒരുപാട് ആളുകൾ, ഒരുപാട് വ്യക്തികൾ, ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഈശോയുടെ വചനം ലോകത്തിലെത്തിക്കാൻ വേണ്ടി മാധ്യമ ശുശ്രൂഷ ഏർപ്പെട്ടിട്ടുണ്ട്. പ്രിൻ്റ് മീഡിയയും ഓൺലൈൻ മീഡിയയും TV ചാനലുകളും ഒക്കെ വഴി നമുക്കിന്ന് ഒരു ജപമാല ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം വചനമാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. തിന്മയ്ക്കെതിരെയുള്ള യുദ്ധമാണ്. ആ തിന്മയ്ക്കെതിരെ ഓൺലൈൻ വഴി, മാധ്യമങ്ങൾ വഴി വചനമെതിർത്ത് നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ ആ യുദ്ധത്തിൻ്റെ മുന്നണിയിൽ നിൽക്കുന്നവർക്കും അതിൻ്റെ പിന്നണിയിൽ നിൽക്കുന്നവർക്കുമെല്ലാം ആ ശക്തി ആവശ്യമാണ്, വലിയൊരു ബലം ആവശ്യമാണ്. ആ ബലം അവർക്ക് കിട്ടുക നമ്മുടെ പ്രാർത്ഥന വഴിയാണ്. അതുകൊണ്ട് ഇന്ന് ഒരു പ്രത്യേക നിയോഗമായിട്ട് ശാലോം TVക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പുണ്യപ്രവൃത്തി, ലോകമാസകലമുള്ള ഈശോ ഏകരക്ഷകനാണെന്ന് വിളിച്ചു പറയുന്ന എല്ലാ മാധ്യമ ശുശ്രൂഷകൾക്ക് വേണ്ടി, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. നമുക്ക് കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. പരിശുദ്ധ അമ്മ മാതാവ്, ഈ കാലഘട്ടത്തിൽ ഈശോയെക്കുറിച്ച് ഞങ്ങൾ ഏറെ അറിഞ്ഞത്, ഞങ്ങൾക്ക് അറിയാനുള്ള വലിയൊരു പ്ലാറ്റ്ഫോമായിട്ട് അങ്ങ് തന്നിരിക്കുന്നത് ഞങ്ങളുടെ മാധ്യമ മേഖലയാണ്. ആ മാധ്യമ മേഖല പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഏൽപ്പിച്ചതാണ്. ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുന്നതും ഞങ്ങളിതിൽ പങ്കുപറ്റുന്നതും ആ മാധ്യമങ്ങളിലൂടെ ഈശോയ്ക്ക് പ്രവർത്തിക്കാൻ ഒരു ഇടം ഉള്ളതുകൊണ്ടാണല്ലോ. ലോകത്തിൽ ഒത്തിരി മാധ്യമങ്ങൾ മനുഷ്യരെ വഴിതെറ്റിക്കുമ്പോഴും കർത്താവിൻ്റെ വചനം കലർപ്പില്ലാതെ പകർന്നു കൊടുക്കാൻ, തിരുസഭയെ സ്നേഹിക്കാൻ, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധ ജപമാലയെക്കുറിച്ച് അറിയാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും നിയോഗങ്ങൾക്ക് സമർപ്പിക്കാനും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം, മീഡിയ ഞങ്ങൾക്ക് ഒരുക്കി തന്നതിന് പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയോടൊപ്പം ഞങ്ങൾ സ്വർഗത്തിന് നന്ദി പറയാണ്. അമ്മേ,
മാധ്യമ ശുശ്രൂഷകളായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ശുശ്രൂഷയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന, പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ശലോം TV ശുശ്രൂഷകൾക്ക് വേണ്ടി അമ്മ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് ഉറച്ച സ്വരത്തിൽ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്ദി നിറഞ്ഞൊരു ഹൃദയത്തോടെ നമുക്ക് ഈശോയുടെ മുമ്പിലായിരിക്കാം. പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് നന്ദി പറയാം. അമ്മയിലൂടെ ഈശോ സ്വർഗം നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന മാധ്യമ മേഖലയിലൂടെ ഈശോയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റിയതിന്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം മറ്റൊരു തലത്തിലേക്കൊക്കെ ഉയരാൻ സാധിക്കുന്നതിനൊക്കെ ഓർത്ത് നന്ദി പറയാം. ഹൃദയം നന്ദി നിറഞ്ഞതായിരിക്കണമെന്ന് ഈശോ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ സമർപ്പിക്കുമ്പോഴും കൃതജ്ഞതാ മനോഭാവം നമുക്കുണ്ടായിരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഇതിനൊരു വലിയ ഉദാഹരണം, നന്ദി നിറഞ്ഞ ഹൃദയത്തിന് വലിയൊരു ഉദാഹരണമാണ് നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മയിൽ. ലൂക്കാസ് സുവിശേഷം 1-ാമത്തെ അധ്യായം 46 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് മറിയത്തിൻ്റെ സ്തോത്രഗീതം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. തലമുറകളെല്ലാം ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമ്പോഴും ആ ദൈവത്തെ നന്ദിയോടെ ഓർക്കുകയാണ് പരിശുദ്ധ അമ്മ. ലൂക്കാസ് സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ പ്രത്യേകിച്ച് അതിൻ്റെ 49-ഉം 50-ഉം വാക്യങ്ങളിൽ നമ്മളിങ്ങനെ പരിശുദ്ധ അമ്മയുടെ ഒരു കൃതജ്ഞതയുടെ സ്വരം കേൾക്കുന്നുണ്ട്. ലൂക്ക 1:49-50 നമ്മൾ അവിടെ ഇങ്ങനെ വായിക്കും: ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്, അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അപ്പം ആ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നത് പരിശുദ്ധ മറിയം ഓർത്തെടുത്ത് പറയുകയാണ്. ഓർത്തെടുത്ത് പറയാന്ന് വെച്ചാൽ എന്താ? നന്ദി നിറഞ്ഞൊരു ഹൃദയം, ഒരു കൃതജ്ഞതയുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം പരിശുദ്ധ അമ്മയ്ക്കുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്മയിൽ നിറഞ്ഞു നിന്ന ഈ കൃതജ്ഞതാ മനോഭാവം, നന്ദിയുടെ ഹൃദയം നമ്മുടെ ഉള്ളിലും വളർന്നു വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ജപമാലയിൽ ഒത്തിരി നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ഒരു ജപമാല നന്ദിയായിട്ട് കൂടെ സമർപ്പിക്കണം. പരിശുദ്ധ അമ്മ വഴി ജപമാലയിലൂടെ നമുക്ക് ഈശോ തന്ന, സ്വർഗം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് ഒക്ടോബർ മാസത്തിൽ ഒരു 3 ദിവസമെങ്കിലും, ഒരു 3 ദിവസം 3 രഹസ്യങ്ങളെങ്കിലും നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ താങ്ക്സ് ഗിവിംഗ് ആയിട്ട് സ്വർഗത്തിന് സമർപ്പിക്കണം. ഒപ്പം തന്നെ ഇന്ന് നമുക്ക് ഈ വചനം തന്നെ കാണാപ്പാഠം പഠിക്കാം. പരിശുദ്ധ അമ്മ നന്ദിയോടെ പറഞ്ഞ ഈ വാക്ക് ലൂക്ക 1:49-50 ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്, അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. പരിശുദ്ധ അമ്മയിൽ വിളങ്ങി നിന്നിരുന്ന ഈ നന്ദിയുടെ താങ്ക്സ് ഗിവിങ്ങിൻ്റെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം നമ്മുടെ ഉള്ളിലും വളരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഒത്തിരി നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥനകൾ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ വാട്സാപ്പിൽ ആ സന്ദേശങ്ങളൊക്കെ എടുക്കുന്നു, വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മളൊരു വലിയ ആരാധനയുടെ ഒരു വലിയ മണിക്കൂറുകളിലേക്കൊക്കെ അത് സമർപ്പിക്കുന്നുണ്ട്. വലിയൊരു പ്രാർത്ഥനാ യജ്ഞമായി ജപമണികളോട് ചേർത്ത് നിങ്ങളുടെ ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ സമർപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊക്കെ വ്യക്തിപരമായിട്ട് ഈ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ഒരു ബോധ്യമാണ് ആദ്യം നന്ദി പറയുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. 2 സ്റ്റെപ്പാണ്. ആദ്യം നമ്മൾ നന്ദി പറയുന്നു, എന്നിട്ട് പ്രാർത്ഥിക്കുന്നു. സാധാരണ നമ്മൾ എന്താ ചെയ്യുക? നമുക്കൊരു കാര്യം സാധിച്ചു കിട്ടിയാൽ ഒരു പക്ഷേ നമ്മൾ പത്രങ്ങളിലോ ചാനലുകളിലോ ഒക്കെ പരസ്യം കൊടുക്കും. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ. ചിലപ്പോൾ യൂദാ തദേവസിൻ്റെ ഒരു ചിത്രം വെച്ചിട്ടോ പരിശുദ്ധ അമ്മയുടെ പടം വെച്ചിട്ടോ അന്തോണീസ് ഉണ്ണിയാളുടെയോ മറ്റ് വിശുദ്ധരുടെയൊക്കെ പടം വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു പരസ്യം പോലെ കൊടുക്കുന്നുണ്ട്, ഒരു സാക്ഷ്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ. നമ്മൾ സാധാരണ എന്താ ചെയ്യുക? നമുക്കൊരു നന്മ കിട്ടി, ഒരു പക്ഷേ മനുഷ്യരിൽ നിന്ന് ഒരു വ്യക്തി നമുക്കൊരു നല്ല കാര്യം ചെയ്തു തന്നു, നമ്മളോട് നല്ല കാര്യം പറഞ്ഞു, വി സേ താങ്ക് യു, അല്ലേ? നമ്മൾ നന്ദി പറയും. ഇപ്പോൾ ഒരു വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നമുക്ക് നമ്മുടെ ജീവിതത്തിലൊരു നന്മ നടന്നു. നമ്മൾ ആ വലിയ കാര്യത്തിന്, നമ്മൾ ആ പ്രാർത്ഥിച്ച കാര്യം നടന്നതിന് നമ്മൾ നന്ദി പറയുന്നു, നേർച്ചകൾ നിറവേറ്റുന്നു, അത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നു. സാധാരണ രീതി എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഉത്തരം കിട്ടുന്നു, നന്ദി പറയുന്നു. എന്നാൽ നമ്മളിൽ നിന്ന് സുവിശേഷം ആഗ്രഹിക്കുന്ന, പരിശുദ്ധ അമ്മ പോലും ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യം എന്താണെന്നറിയോ? ആദ്യം നന്ദി പറയുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയോട് ഈ സ്വർഗം മംഗളവാർത്ത അറിയിക്കുമ്പോൾ മറിയം അത് ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ സ്വീകരിച്ച്, വാക്ക് നിറവേറട്ടെ എന്ന് പറഞ്ഞ് സ്വീകരിച്ച്, പിന്നെ ഒരു സന്തോഷത്തിൻ്റെ ആ സദ്വാർത്ത അറിയിക്കാൻ വേണ്ടി തിടുക്കത്തിൽ ഓടിപ്പോകുന്നുണ്ട് എലിസബത്തിൻ്റെ അടുത്തേക്ക്. അവിടെ അവരൊരു സന്തോഷം പങ്കുവയ്ക്കുന്നത് നമ്മൾ ധ്യാനിക്കുന്നതൊക്കെയുണ്ട്, പ്രത്യേകിച്ച് സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളിലൊക്കെ. ഈ ഒരു എപ്പിസോഡ് കഴിയുമ്പോഴാണ് മറിയത്തിൻ്റെ താങ്ക്സ് ഗിവിങ്. നമ്മൾ അതിൻ്റെ ഇടയിൽ എവിടെയും നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നില്ല മറിയം പ്രാർത്ഥിക്കുന്നത്. മറിയത്തിൻ്റെ പ്രാർത്ഥന ഒരുപക്ഷെ നമ്മൾ പിന്നീടായിരിക്കും കാണുന്നത്. ഒരുപക്ഷെ കുഞ്ഞിന് ഒരു അപകട ഭീഷണി വരുമ്പോൾ, ഹെറോദേസ് വധഭീഷണി മുറക്കുമ്പോൾ,
അല്ലെങ്കിൽ ഇനി ഒരു പ്രസവ വേദന അടുക്കുമ്പോഴായിരിക്കാം, ബെത്ലഹേമിൽ ഒരു സ്ഥലം കിട്ടാതിരിക്കുമ്പോഴായിരിക്കാം പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈശോയ്ക്ക് 12 വയസ്സുള്ള സമയത്തായിരിക്കും പരിശുദ്ധ അമ്മ വളരെ ശക്തമായിട്ടൊക്കെ പ്രാർത്ഥിച്ചത് ഈ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട്, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് ആ ഒരു എപ്പിസോഡ് ഇടയ്ക്ക് എലിസബത്തിനെ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ എല്ലാം ദൈവത്തിന് സാധ്യമാണെന്ന് ഗബ്രിയേൽ ദൂതൻ അറിയിക്കുന്ന ആ ഒരു സമയം മുതൽ എലിസബത്തിനെ കാണുന്നു. ഉടനെ തന്നെ മറിയത്തിന് സ്തോത്രഗീതമാണ്. അതിനിടയ്ക്ക് എവിടെയും പരിശുദ്ധ മറിയം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നില്ല. നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്ന ഒരു വെളിച്ചം ഇതാണ്. പ്രാർത്ഥനകൾക്ക് മുമ്പ് താങ്ക്സ് ഗിവിങ്, നന്ദി പറയുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. നമുക്കിത് നല്ലൊരു ബോധ്യത്തോടെ പറഞ്ഞു തരുന്ന സങ്കീർത്തനമാണ് 143 സങ്കീർത്തനം. ദാവീദിൻ്റെ സുന്ദരമായ സങ്കീർത്തനങ്ങളൊന്നാണ്, ഒരു വലിയ പ്രാർത്ഥനയും കൂടിയാണ്, കാരുണ്യത്തിനും സഹായത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥന. അവിടെ ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു പ്രാർത്ഥനയുടെ രീതി പറഞ്ഞു തരുന്നുണ്ട്. 143 സങ്കീർത്തനം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ നമ്മളവിടെ ഇങ്ങനെയാണ് വായിക്കുക. കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു, അവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളെയും പറ്റി ഞാൻ ധ്യാനിക്കുന്നു, അവിടുത്തെ ശക്തമായ പ്രവൃത്തികളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. പരിശുദ്ധ അമ്മ തൻ്റെ സ്തോത്രഗീതത്തിൽ ശക്തനായവൻ ചെയ്ത വലിയ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്തത് നമ്മളിപ്പം ധ്യാനിച്ചല്ലോ. അതുപോലെ തന്നെ ദാവീദ് പറയാണ്, ഞാൻ ചില കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണ്. എന്താണ് ഓർത്തെടുക്കുന്നത്? കഴിഞ്ഞ കാലങ്ങളെല്ലാം ഞാൻ ഓർക്കുകയാണ്. ആ കഴിഞ്ഞ കാലങ്ങൾ എന്താണ് സംഭവിച്ചത്? അവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളെയും പറ്റി ഞാൻ ധ്യാനിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നല്ലത് സംഭവിച്ചിട്ടുണ്ടാകാം, അത്ര ശുഭകരമല്ലാത്തത് സംഭവിച്ചിട്ടുണ്ടാകും. എല്ലാ കാര്യങ്ങളും ഞാൻ ഓർത്തെടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവിടുത്തെ ശക്തമായ പ്രവൃത്തികളെക്കുറിച്ച് ഞാൻ ധ്യാനിക്കുന്നു. അമ്മ പറഞ്ഞ അതേ വാക്കാണ്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കും. അതിൻ്റെ അതേ ഒരു ധ്വനിയിൽ ദാവീദ് ഇവിടെ പറയാണ്, ശക്തനായവനെക്കുറിച്ച്, അവൻ്റെ ശക്തമായ പ്രവൃത്തികളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ ഓൺ ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ദാവീദ് നന്ദി പറയാണ്. കഴിഞ്ഞ കാലങ്ങളൊക്കെ ഓർക്കണം, ദൈവം ഇതുവരെ നടത്തിയത്, ദൈവം ഇതുവരെ കൈപിടിച്ച് നടത്തിയതെല്ലാം ഓർക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്യുക? തൊട്ടടുത്ത വാക്യം, 6ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കും. ഞാൻ അങ്ങയുടെ നേർക്ക് കരങ്ങൾ വിരിക്കുന്നു, ഉണങ്ങി വരേണ്ട നിലം പോലെ എൻ്റെ ഹൃദയം അങ്ങേയ്ക്കാ ദാഹിക്കുന്നു. 7ാം വാക്യം, കർത്താവേ എനിക്ക് വേഗം ഉത്തരമരുളണമേ. ശ്രദ്ധിച്ചേ, 2-3 കാര്യങ്ങൾ ദാവീദ് അവിടെ ചെയ്യാണ്. 1, താങ്ക്സ് ഗിവിങ്, നന്ദി പറയാണ്. 2, 6ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, ദൈവത്തിന് നേരെ കരങ്ങൾ വിരിക്കുന്നു. 7ാമത്തെ വാക്യത്തിൽ ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ എനിക്ക് ഉത്തരം തരണം. 3 കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. താങ്ക്സ് ഗിവിങ്, പിന്നെ ഒരു യാചന, ഒരു കൈനീട്ടൽ, പിന്നെ ഒരു പ്രാർത്ഥന സമർപ്പണം. ഇതൊരു പ്രാർത്ഥനയുടെ വലിയൊരു എക്സാമ്പിളാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നമുക്ക് നന്ദി പറയാം ആദ്യം, എന്നിട്ട് അവൻ്റെ നേരെ കരങ്ങൾ നീട്ടാം, എന്നിട്ട് നമ്മുടെ യാചനകൾ സമർപ്പിക്കാം. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അനുഗ്രഹത്തിൻ്റെ ഒരു കുത്തൊഴുക്ക്, ഒരു അഭിഷേകത്തിൻ്റെ നിറവ് നമ്മിലേക്ക് നിറയും. 105 സങ്കീർത്തനത്തിലും ഇതിനോട് ചേർന്ന് ഒരു വലിയ ബോധ്യം സങ്കീർത്തകൻ തരുന്നുണ്ട്. ഇസ്രായേലിനെ നയിച്ച ദൈവം, ഇസ്രായേലിൻ്റെ ഒരു ചരിത്രം മുഴുവനും കൂടെ പറഞ്ഞ് തരുന്ന ഒരു ബ്യൂട്ടിഫുള്ളായ സങ്കീർത്തനമാണ്. ഇതിൻ്റെ ഒരു ബേസായിട്ട് നമ്മൾ 1 ദിനവൃത്താന്തം 16-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് ഈ ഒരു വിജയഗീതം ഒക്കെ. ഈ 105 സങ്കീർത്തനത്തിൽ അതിൻ്റെ ആദ്യത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കും, കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ, അവിടുത്തെ പ്രവൃത്തികൾ ജനതകളുടെ ഇടയിൽ ഉദ്ഘോഷിക്കുവിൻ. എന്ന് വെച്ചാൽ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്, അതായത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, അവനെ ഉദ്ഘോഷിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് 105 സങ്കീർത്തനവും കാണിച്ചു തരുന്നത് എന്താണ്? അവന് കൃതജ്ഞത അർപ്പിക്കുക. അപ്പോൾ ഒരു നന്ദി നിറഞ്ഞ ഹൃദയം ആദ്യം ഉണ്ടായിരിക്കുക. മറിയത്തെ പോലെ ഒരു സ്തോത്രഗീതം പറയാൻ വേണ്ടി പഠിക്കുക. നാളിതുവരെ കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയുക. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഒരു പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു സങ്കടത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് മാറാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, ജപമാല ചൊല്ലി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഓർക്കണം, ഇതിനു മുമ്പ് ഇതുപോലത്തെ പ്രതിസന്ധികളുണ്ടായി, വിഷമങ്ങളുണ്ടായി, അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചു ദൈവത്തിൻ്റെ ശക്തിയാൽ. ഈ ജപമാലയുടെ വലിയൊരു ശക്തിയാൽ പല പ്രശ്നങ്ങളെ നമ്മൾ അതിജീവിച്ചു. ഓർക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം ഓർത്തെടുത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, നമ്മൾ പരിശ്രമിക്കേണ്ടതും. അങ്ങനെ ഒരു ബോധ്യത്തോടെ ഇതുവരെ നാഥൻ നടത്തിയ വഴികൾ, ഇതുവരെ പരിശുദ്ധ അമ്മ ഈ ജപമാല പ്രാർത്ഥനയിലൂടെ സ്വർഗത്തിൽ നമുക്ക് മേടിച്ചെന്ന അനുഗ്രഹങ്ങൾ എല്ലാത്തിനും നന്ദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു നന്ദി നിറഞ്ഞ ആൾക്ക് ഈശോയുടെ കണ്ണുകളിലേക്ക് നോക്കാൻ പറ്റും, ഈശോയുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റും. 123 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ദാസന്റെ കണ്ണുകൾ യജമാനൻ്റെ കണ്ണുകളിലേക്ക് എന്ന പോലെ, ദാസിയുടെ കണ്ണുകൾ ഇങ്ങനെ കൈകളിലേക്ക് എന്നതുപോലെ എൻ്റെ കർത്താവിന് എന്നോട് കരുണ തോന്നുവോളം ഞാൻ പിന്നെ അവനെ നോക്കിയിരിക്കുകയാണ്, അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുകയാണ്. നമുക്കങ്ങനെ സാധിക്കുന്നത് എപ്പോഴാണെന്നറിയോ? ഒരു താങ്ക്സ് ഗിവിങ് ആറ്റിറ്റ്യൂഡ് ഉള്ളപ്പോഴാണ്. ഈശോയെ ഇങ്ങനെ ആഴത്തിൽ ഈ രഹസ്യത്തിലൊക്കെ ധ്യാനിക്കാൻ, ഈശോ ഇങ്ങനെ നോക്കി നിൽക്കാൻ, ഈശോ ചെയ്യുന്ന കാര്യങ്ങൾ, അവൻ പറഞ്ഞ കാര്യങ്ങൾ, അവൻ്റെ ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്നേഹത്തോടെ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ, അവൻ്റെ മുഖം നോക്കി ജീവിക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് പറ്റിയത്, ഒരു ജപമാലയാകാൻ പരിശുദ്ധ അമ്മയ്ക്ക് പറ്റിയത് എങ്ങനെയാണെന്നറിയോ? ഈ സ്നേഹം മനസ്സിലുണ്ടായിരുന്നു, ഈ കൃതജ്ഞത മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ കൃതജ്ഞത എന്ന് പറഞ്ഞ മറിയത്തിന് ഈ ദൈവത്തിൻ്റെ കണ്ണുകളിലേക്ക്, ഈ ദൈവകുമാരൻ്റെ കണ്ണുകളിലേക്ക്, ഈശോയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടി പറ്റി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈശോയെ നോക്കണം.
നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ ജപമണികൾ കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ച് അമ്മയുടെ കൈ പിടിച്ച് മുന്നോട്ട് നീങ്ങുന്നത് എന്തിനാണ്? നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം നമ്മൾ ആദ്യത്തെ ദിവസമൊക്കെ ചിന്തിച്ചതുപോലെ ഈ ജപമാല ചെന്നെത്തുന്നത് കുരിശിലാണ്. ജപമാല കൊണ്ട് കൺക്ലൂഡ് ചെയ്യുന്നത് ക്രൂശിത രൂപത്തിലാണ്, ഈശോയിലാണ്. അവിടുന്നാണ് പിന്നെയും അടുത്ത മണി, അടുത്ത റൗണ്ട് ആരംഭിക്കുക. നമ്മുടെ ജീവിതം പോലെ തന്നെ ഇത് ചെന്നെത്തുന്നത് ഈശോയിലാണ്. അവിടെ നിന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, ഈശോയോട് ചേർന്ന്. ഈ നാളിതുവരെ ഈ നടന്ന വഴികളിൽ ഈ ജപമാലയുടെ മണികൾ പോലെ ഒരു കണ്ടിന്യൂവേഷനായിട്ട്, ഒരു തുടർച്ചയായിട്ട് നല്ല ഒരുക്കത്തിലും നല്ല ഒരു ഓർഡറിലും ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാം കർത്താവിൻ്റെ കൃപയായിരുന്നില്ലേ? അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നില്ലേ? നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് നിങ്ങൾ ഈ ശുശ്രൂഷ കൂടുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ന് നന്ദി പറയണം കേട്ടോ. നാളെ ഇതുവരെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയിലൂടെ, ജപമാലയിലൂടെ നമ്മുടെ ജീവിതത്തിൽ വന്ന് ചേർന്ന ഒത്തിരി അനുഗ്രഹങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു നന്ദി നിറഞ്ഞ ഹൃദയമുള്ള ആൾക്ക് ഈശോയുടെ തിരുമുഖത്തെ പെട്ടെന്ന് ദർശിക്കാൻ പറ്റും, അവനെ അടുത്ത് കാണാൻ പറ്റും, അവൻ നമ്മുടെ അടുത്തിരിക്കും. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടാവണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ജപമാലയെക്കുറിച്ച്, പരിശുദ്ധ അമ്മയുടെ ജപമാലയൊക്കെ പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മളിപ്പോൾ ഈ ചിന്തിച്ചതുപോലെ ഒരു താങ്ക്സ് ഗിവിങ്ങിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. നമ്മുടെ ആ ജപമാല, ഈ ജപമാല ഉപയോഗിച്ച് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ച പോലെ ഒത്തിരി പ്രാർത്ഥനകൾ നമ്മൾ സമർപ്പിച്ചുകൊണ്ട് ആ സമർപ്പിച്ച പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കതൊരു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ സമയം തന്നെ പ്രാർത്ഥിക്കാം. ഈ ജപമാല വഴി, നിങ്ങളുടെ ആ പേഴ്സണൽ റോസറി വഴി ഇതുവരെ കർത്താവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയണം. ആ ജപമാല ഒന്ന് നിർത്തി കാര്യങ്ങളിൽ പിടിക്കാമോ? കാര്യങ്ങളൊന്ന് പിടിച്ച് സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച്. എത്രയോ പ്രാർത്ഥനകൾ നമ്മൾ സമർപ്പിച്ചുകൊണ്ട് നമുക്കറിയാം. ഒപ്പം തന്നെ ഈശോ അനുഗ്രഹിച്ചിട്ടുണ്ട്. സ്വർഗം പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. ഈ ജപമാല കരങ്ങളിൽ ഉയർത്തി സ്വർഗത്തിലേക്ക് ഉയർത്തിയപ്പോൾ ദാവീദ് നമ്മളോട് പറഞ്ഞു തരികയല്ലേ, സർവശക്തൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർക്കണം, എന്നിട്ട് അവൻ്റെ നേരെ കരങ്ങൾ നീട്ടണം, എന്നിട്ട് യാചനകൾ സമർപ്പിക്കണം. ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ജപമാല ഉയർത്തി ഈശോയ്ക്ക് നന്ദി പറയണം. ഇതുവരെ ഈ ജപമാല ചൊല്ലി നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയണം. ഈ ജപമാല പ്രാർത്ഥിക്കാനുള്ളൊരു ആയുധം മാത്രമല്ല, നന്ദി പറയാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, ഒരു റിമൈൻഡർ കൂടിയാണ് ഈ ജപമാല. എല്ലാം നടത്തിയത് ഈശോയാണെന്നും ജീവിതം തന്നത് കർത്താവാണെന്നും പ്രാർത്ഥിക്കാൻ നിനക്കൊരു അമ്മയുണ്ടെന്നും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ അമ്മയാണ്, ഈ ജപമാലയാണ്. കണ്ണുകളെ ശാന്തമായിട്ട് അടയ്ക്കാമോ? ഉയർത്തിപ്പിടിച്ച കരങ്ങളിൽ ആ ജപമാലയുണ്ട്. നന്ദി ഈശോയ്ക്ക് നമുക്ക് അർപ്പിക്കാം. ഈ ജപമാല ഇനി ചൊല്ലുമ്പോഴെല്ലാം കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ചൊല്ലാൻ ഒരു കൃപ ഞങ്ങൾ എല്ലാവർക്കും തരണമേ. ഉറച്ച സ്വരത്തിൽ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. മറിയത്തിന്റെ പരിശുദ്ധ ജപമാലേ, മറിയത്തിന്റെ പരിശുദ്ധ ജപമാലേ, എന്നെ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന സ്നേഹചങ്ങലേ, നാരകീയ ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും എനിക്ക് സംരക്ഷണം തരുന്ന ശക്തി ദുർഗമേ, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. മരണസമയത്ത് നീ എന്റെ ആശ്വാസമായിരിക്കും. ജീവൻ പിരിയുമ്പോൾ എന്റെ അവസാന ചുംബനം നിനക്കായിരിക്കും. എന്റെ പ്രിയപ്പെട്ട അമ്മേ, പാപികളുടെ സങ്കേതമേ, ക്ലേശിതരുടെ ആശ്വാസമേ, അങ്ങ് സ്വർഗത്തിലും ഭൂമിയിലും എന്നും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ജപമണികളിലൂടെ ഈശോയിലെത്താൻ ദൈവം തന്നൊരു നിധിയാണമ്മ. ജീവിത വ്യഥകളിൽ നീറിടുമ്പോൾ താങ്ങായെത്തുന്നോരമ്മ, താങ്ങായെത്തുന്നോരമ്മ. അമ്മേ, എന്നമ്മേ, ഈശോയുടെ അമ്മേ, സഹനത്തിൻ കൂട്ടായി വരണേ. കാൽവരി ക്രൂശിൽ ഈശോയെ നോക്കാൻ സ്നേഹത്തിൻ കൂട്ടായി വരണേ. സ്നേഹത്തിൻ കൂട്ടായി വരണേ. സ്നേഹത്തിൻ കൂട്ടായി വരണേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്മ വഴി സ്വർഗം നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. ഹൃദയം തുറന്ന് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഈശോയെ തേടിയുള്ള നമ്മുടെ യാത്ര മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
ഈശോ ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. പ്രാർത്ഥനകളെല്ലാം നമുക്ക് സമർപ്പിക്കാൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരമ്മയും തന്നിട്ടുണ്ട്. ഈ അമ്മ ഈ ഒക്ടോബർ മാസത്തിൽ നമ്മൾ ഒത്തിരി ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അവൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് ഈശോയെ സ്വീകരിക്കണം, ഈശോയ്ക്ക് നന്ദി പറയണമെന്ന്. നിങ്ങൾ ഒരു നിമിഷം നമ്മുടെ ഈ അൾത്താരയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്, വണങ്ങാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ഈ രൂപത്തിലേക്കൊന്ന് ശ്രദ്ധിക്കാമോ? നമ്മൾ കണ്ടിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ രൂപമായിരിക്കാം. നല്ല ശ്രദ്ധയോടെ ഈ ഒരു രൂപത്തെ മാത്രം ഒന്ന് ധ്യാനിക്കാൻ വേണ്ടി ഒന്ന് പരിശ്രമിക്കാമോ? ഈശോ ഒത്തിരി അധികം ആഗ്രഹിക്കുന്ന, സ്വർഗം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മയുടെ ജപമാലയെക്കുറിച്ചൊക്കെ ധ്യാനിക്കുമ്പോൾ അമ്മ നമുക്ക് തരുന്ന ഒരു സുവിശേഷ സന്ദേശം, ഒരു ആഹ്വാനമാണത്. ഈ ഒരു കുഞ്ഞു രൂപത്തിലേക്കൊന്ന് ശ്രദ്ധിക്കണം. അമ്മയെ നമുക്കറിയാം, കുഞ്ഞുണ്ണീശോയെ നമുക്കറിയാം. ഈശോയെ എടുത്തു തരുന്ന അമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കേ. അമ്മയുടെ മുഖത്തേക്ക് നോക്കണം. അമ്മ ആ നോട്ടം എത്തിക്കുന്നത് നിന്നിലേക്കാണ്. ഒരുപക്ഷെ നീ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, ഒരുപാട് നിയോഗങ്ങൾ അല്ലേ? ഇന്ന് കിട്ടിയൊരു ബോധ്യം അനുസരിച്ച് അമ്മയെ നോക്കി അമ്മയ്ക്ക് താങ്ക്സ് പറഞ്ഞിട്ടുണ്ടാവും. അമ്മ ജപമാലയിലൂടെ എനിക്ക് മേടിച്ചു വന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ നന്ദി പറയാണ്. ഇനി നമുക്ക് ഒത്തിരി പ്രാർത്ഥനകളുണ്ട്. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ അമ്മ ഒരു സുവിശേഷം അവിടെ നിന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കിക്കേ അമ്മയുടെ കൈകളിലേക്ക്. കുഞ്ഞുണ്ണീശോയെ എടുത്തു തരികയാണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പരിശുദ്ധ അമ്മ ഈശോയെ ഒക്കത്തെടുത്ത് വെക്കുന്നത്, നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതൊക്കെ. ഈ ഒരു കുഞ്ഞു രൂപം നമ്മുടെ മുമ്പിൽ ഒരു സുവിശേഷത്തിൻ്റെ പുസ്തകം തുറന്നു വെക്കുകയാണ്. നമ്മൾ ആദ്യം ഈശോയെ സ്വീകരിക്കാൻ അമ്മ പറയാണ്, നിന്റെ പ്രാർത്ഥനകൾ ഞാൻ ഏറ്റെടുത്തോളാം, നീ എൻ്റെ കുഞ്ഞിനെ സ്വീകരിക്കുക. എന്ന് വെച്ചാൽ ഈശോയെ സ്വീകരിക്കുക. സുവിശേഷം നമുക്കതിൻ്റെ സാക്ഷ്യം നൽകുന്നുണ്ട്. ആദ്യം അവിടുത്തെ രാജ്യം, അവിടുത്തെ നീതി അന്വേഷിക്കുക. ആ വചനമാണ് ഇവിടെ ഒരു രൂപമായിട്ട് നിൽക്കുന്നത്. ആ രൂപം നമുക്ക് തെളിച്ചു തരുന്നത് ഒരു ബോധ്യമാണ്, ഈശോയെ നമുക്ക് സ്വീകരിക്കാൻ. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ സമർപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രൂപത്തിൽ ഈശോയും പരിശുദ്ധ അമ്മയും ചേർന്ന് പറയുന്ന സുവിശേഷം നമ്മുടെ ഉള്ളിലേക്ക്, ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കയറണം. പ്രാർത്ഥന എന്ത് തന്നെ ആവട്ടെ, അതെല്ലാം നടത്തിത്തരാൻ സർവശക്തനായ ഒരു ദൈവം നമുക്കുണ്ട്. നമ്മളോട് പൗലോസിലെ കൊരിന്തോസുകാർക്ക് കത്തെഴുതുമ്പോൾ പറയുന്നുണ്ട്, നമുക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി നൽകാൻ പറ്റുന്ന ഒരു ദൈവം. പക്ഷെ നമുക്കിന്ന് സ്വീകരിക്കേണ്ട ഏറ്റവും വലിയ സ്വത്ത് എന്താണെന്നറിയോ? നമ്മൾ അനുഭവിക്കുന്ന ഒരു ദാരിദ്ര്യം. ഈശോയെ എനിക്ക് കിട്ടിയോ? ഈശോയെ എനിക്ക് കിട്ടിയോ? നമ്മുടെ സന്തോഷത്തിൻ്റെ 5-ാമത്തെ രഹസ്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മറിയം ഇങ്ങനെ ഈശോയെ അന്വേഷിച്ച് ദേവാലയത്തിൽ എത്തുമ്പോൾ ഒരുപക്ഷെ നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റൂലേ? ഈശോയെ കണ്ടുകിട്ടിയ ഒരു സമയത്ത് മറിയം അനുഭവിച്ചൊരു സന്തോഷം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജപമാല മാസത്തിൽ ഈശോയിലേക്ക് അടുത്ത് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന സമയം പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത് ഇതാണ്, ഈശോയെ നമ്മൾ കണ്ടെത്താൻ പറ്റാത്തവരുടെ മുമ്പിലേക്ക്, അതിനാഗ്രഹിക്കുന്നവരുടെയൊക്കെ മുമ്പിലേക്ക് മറിയം ഈ രൂപത്തിൽ നമ്മളിപ്പോൾ കണ്ടതുപോലെ ഈശോയെ നമ്മുടെ കയ്യിലേക്ക് എടുത്തു തരികയാണ്. ഈ സുവിശേഷത്തെ എടുത്തു തരികയാണ്, ഈ വചനത്തെ എടുത്തു തരികയാണ്. ഈശോയെ സ്വീകരിക്കാൻ നമുക്കത് സ്വീകരിക്കണം, നന്ദി പറയണം. ഈശോയെ, നീ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി മാറിയതിന് നന്ദി. രക്ഷകനും നാഥനുമായ അങ്ങയുടെ അമ്മയെ എനിക്ക് തന്നതിന് നന്ദി. ഇന്നൊരു ദിവസം നന്ദി പറയാൻ വേണ്ടി നമുക്ക് മാറ്റിവെക്കാം സഹോദരങ്ങളെ. നമ്മൾ ഈ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുമ്പോൾ, ആരാധനയ്ക്ക് ഒരുങ്ങുമ്പോൾ, അതിനുശേഷം നമ്മൾ നമ്മുടെ ജോലിയിലേക്കോ നമ്മുടെ ശുശ്രൂഷകളിലേക്കോ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിലേക്കോ ഒക്കെ കയറുമ്പോൾ നമുക്ക് നന്ദി പറയാം. ലെറ്റ് us be thankful. ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. നമ്മുടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച്, പ്രത്യേകിച്ച് മാധ്യമ ശുശ്രൂഷകളെ പരിശുദ്ധ അമ്മയുടെ ഹൃദയം വഴി ഈശോയിലേക്ക് കൊടുത്തുകൊണ്ട് ഈശോയെ ലോകത്തിൽ അറിയിക്കാൻ പരിശ്രമിക്കുന്ന, സത്യസുവിശേഷം അറിയിക്കുന്ന എല്ലാ മാധ്യമ ശുശ്രൂഷകളും അനുഗ്രഹമാക്കി മാറ്റണമേ. സാത്താൻ്റെ പിടിയിൽ നിന്ന്, ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് മാധ്യമ ശുശ്രൂഷ, അതിൽ പ്രവർത്തിക്കുന്നവർ സംരക്ഷിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വചനം മാംസമായി സ്വീകരിച്ച പരിശുദ്ധ അമ്മയെ മാധ്യമ ശുശ്രൂഷകൾ വഴി നടക്കുന്ന എല്ലാ വചനത്തിൻ്റെ പങ്കുവയ്ക്കലിനും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ചേർന്ന് നമുക്ക് കുറച്ച് ശബ്ദത്തിൽ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രാർത്ഥനയോടെ ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് ഈശോയെ ആരാധിക്കാൻ വേണ്ടി ഒരുങ്ങാം. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥൻ
ലോകനാഥനീശു എഴുന്നള്ളുന്നു. മാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു. എഴുന്നള്ളുന്നു രാജാവ് എഴുന്നള്ളുന്നു. നാഥലോകനാഥനീശു എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. ഉന്നതത്തിൽ നിന്നിറങ്ങിയ ദിവ്യഭോജം, മന്നിടത്തിനു ജീവനേകിയ സ്വർഗഭോജം. എഴുന്നള്ളുന്നു രാജാവ് എഴുന്നള്ളുന്നു. നാഥലോകനാഥനീശു എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. മാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു. ഈശോയെ, അങ്ങേ ഒരിക്കൽ കൂടി കാണുവാനും ആരാധിക്കുവാനും അങ്ങ് തന്ന ഈ അവസരത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയാം. ഈശോ, ഞങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ ഈ സമയങ്ങളിൽ കേട്ട വചനങ്ങളെല്ലാം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, ആ വചനം ആഴത്തിൽ വേരോടാൻ, ആ വചനമനുസരിച്ച് ജീവിക്കാൻ ഈശോയെ ഞങ്ങളെല്ലാം സഹായിക്കണമേ. ഞങ്ങളെ സഹായിക്കാനും സ്നേഹിക്കാനും ഞങ്ങളുടെ കൂടെ ആയിരിക്കാനും അങ്ങ് വീണ്ടും വന്നതിന് ഈശോ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളൊരു കുഞ്ഞ് സ്ക്രീനിൻ്റെ മുമ്പിലോ ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലോ ഞങ്ങളുടെ വീട്ടുമുറിയിലോ ഒക്കെ ഇരുന്ന് അങ്ങേ ആരാധിക്കാൻ ലഭിച്ച ഈ മഹനീയമായ അത്ഭുതം ഈശോ, ഈ വലിയ സമയത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. കർത്താവേ, നിൻ്റെ സാന്നിധ്യമാണ് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നത്. നിൻ്റെ ആ സ്നേഹത്തോടെയുള്ള നോട്ടമാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. പരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ടും ഞങ്ങൾ വിട്ടുതരികയാണ്. അങ്ങേ കാണാൻ ലഭിച്ച ഈ വലിയ ഭാഗ്യം, അങ്ങേ ആരാധിക്കാൻ ഞങ്ങൾക്ക് അനുഭവിക്കാൻ ഒക്കെ സാധിച്ച ഈ ദിവ്യദർശനം എത്രയോ മഹനീയമാണ് കർത്താവേ. എസെക്കിയേൽ പ്രവചനം ഞങ്ങൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പേജുകളിൽ ഞങ്ങൾ കാണുന്നുണ്ട് കേബാർ നദീതീരത്ത് പ്രാർത്ഥിച്ച് കാത്തിരുന്ന കൂട്ടുകാരുടെ കൂടെയൊക്കെ ആയിരുന്ന എസെക്കിയേലിൻ്റെ മുമ്പിലേക്ക് ഒരു ദിവ്യദർശനം. ഈശോയുടെ സാന്നിധ്യം കർത്താവേ പഴയ നിയമ ജനത പോലും അനുഭവിച്ചല്ലോ എന്നും ഞങ്ങൾ ഓർത്ത് നന്ദി പറയുകയാണ്. ഇന്ന് ഞങ്ങളും അതേ ഒരു അനുഭവത്തിലൂടെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടോ പ്രിയപ്പെട്ടവരോടോ ഒക്കെ ചേർന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ അതേ ദർശനം ഞങ്ങൾക്ക് സാധ്യമാകുകയാണല്ലോ. ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു, അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പ്രിയ ശിഷ്യനായ യോഹന്നാൻ അങ്ങയുടെ ഹൃദയത്തോട് ചേർന്നിരുന്ന് കണ്ടെത്തിയ ചില അമൂല്യ രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യത്തിൻ്റെ പൂർണ്ണതയിൽ വെളിപാട് ഗ്രന്ഥത്തിൻ്റെ ആദ്യ താളുകൾ മറിക്കുമ്പോൾ യോഹന്നാനും അങ്ങയുടെ പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാനും ഇങ്ങനെ ദിവ്യദർശനം കാണുന്നത് ഞങ്ങൾ വായിക്കുന്നുണ്ട്. വെളിപാട് പുസ്തകം 4-ാം അധ്യായം മാലാഖമാരോട് ചേർന്ന് ഒരു ദിവ്യദർശനം യോഹന്നാൻ കാണുന്നുണ്ട്. അതിനു മുൻപ് പത്മോസ് ദ്വീപിലെ ആ ഇരുണ്ട അറയിൽ ആ ഗുഹയിൽ പ്രാർത്ഥിച്ച് കാത്തിരുന്ന യോഹന്നാൻ്റെ മുമ്പിൽ ദൈവകുമാരൻ എഴുന്നള്ളുന്നുണ്ട്. ഈശോയെ, അതങ്ങാണ്. അന്ന് യോഹന്നാൻ കണ്ട അതേ ദർശനമാണ് ഞങ്ങളും കാണുന്നത്. യോഹന്നാൻ അന്ന് ആ കാഴ്ച കണ്ട് പ്രജ്ഞയറ്റവനെ പോലെ നിലത്ത് വീണു. ഈശോ
ഇന്ന് ഞങ്ങളും അങ്ങയുടെ മുമ്പിൽ എല്ലാം സമർപ്പിച്ച് അങ്ങേ ആരാധിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിലേക്ക് കണ്ണുകൾ തുറന്നു പിടിക്കാം. അവിടുത്തെ നമുക്ക് ആരാധിക്കാം. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വെളിപാട് പുസ്തകം 4-ാം അധ്യായത്തിൽ യോഹന്നാൻ ദിവ്യദർശനം തുടരുമ്പോൾ കാണുന്നുണ്ട്. 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ മാലാഖമാർ ദൈവത്തെ ഇങ്ങനെ വാഴ്ത്തിപ്പാടി ആരാധിക്കുകയാണ്. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവേ, അന്ന് യോഹന്നാൻ മാലാഖമാരോട് ചേർന്ന് കണ്ട ആ ദർശനം പോലെ ഇന്ന് ഈ ആരാധന ഞങ്ങൾ അർപ്പിക്കുമ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും മാലാഖമാരുടെയും ആ സാന്നിധ്യം അറിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് തിരുസഭ, സ്വർഗീയ സഭയും ഭൂമിയിലെ സഭയും ഈ കൂട്ടായ്മയും ഒരുമിച്ച് അങ്ങ് ആരാധിക്കുകയാണ്. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. യോഹന്നാൻ തൻ്റെ ദിവ്യദർശനത്തിൻ്റെ ആ നിമിഷങ്ങളിൽ വീണ്ടും കാണുന്നൊരു കാഴ്ചയുണ്ട്. വെളിപാട് പുസ്തകം 4-ാം അധ്യായത്തിൽ തന്നെ തുടർന്നുള്ള വാക്യങ്ങളിൽ സ്വർഗത്തിൽ 24 ശ്രേഷ്ഠന്മാർ തങ്ങളുടെ ശിരസിൽ നിന്ന് കിരീടം എടുത്ത് നിലത്ത് വെച്ച് അവിടുത്തെ ആരാധിക്കുകയാണ്. കർത്താവെ, ഇന്ന് ഞങ്ങളും അങ്ങേ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ആരാധിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശിരസ് നമിക്കാം. സാധിക്കുന്നവർ നെറ്റിത്തടം നിലത്ത് മുട്ടിച്ച് നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ, ആ പ്രാർത്ഥനാ മുറികളിൽ ഒക്കെ ഈശോയ്ക്ക് സമ്പൂർണമായ ഒരു ആരാധന സമർപ്പിക്കുക. നിത്യം സ്തുതിക്കുയോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആയിരുന്നോനും ഈശോയെ ആയിരിക്കുന്നോനും പരിശുദ്ധനായ ദൈവമേ, വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദൈവ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദൈവ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. വലതുകരം ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഈ ഗാനം നമുക്ക് ഈ ഈരടികൾ ഏറ്റുപാടാം. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവേ, അങ്ങ് പരിശുദ്ധനാണ് പരിശുദ്ധനാണ് പരമപരിശുദ്ധനാണ്. മാലാഖമാരോടും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടും ചേർന്ന് പരിശുദ്ധ അമ്മയോടും ചേർന്ന് കർത്താവെ, ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിച്ച് നന്ദി നിറഞ്ഞൊരു ഹൃദയത്തോടെ ഞങ്ങൾ ആരാധിക്കുകയാണ്. ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിച്ച് അവിടുത്തെ ആരാധിക്കാം. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദൈവ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ശിരസ് നമിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കട്ടെ. നിത്യനുമായ ദൈവ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ മുമ്പിൽ ആരാധനയോടെ ആയിരിക്കുന്ന ഒരു കുഞ്ഞു കൂട്ടായ്മയാണ് നമ്മുടേത്. നമ്മളായിരിക്കുന്ന ഇടങ്ങൾ പരിശുദ്ധമായൊരു സാന്നിധ്യം നമുക്ക് അനുഭവേദ്യമാകണം. യോഹന്നാൻ ഒരു സ്ഥലത്തിരുന്ന് സ്വർഗം തുറക്കപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മുടെ ഭവനങ്ങളിലിരുന്നും അതേ കാഴ്ച കാണണം. നമ്മൾ ടി വിയിലോ നമ്മുടെ മൊബൈൽ ഫോണിലോ ഒക്കെ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം അന്ന് യോഹന്നാൻ അനുഭവിച്ച അതേ ദിവദർശനം നമുക്ക് സാധ്യമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അന്ന് യോഹന്നാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൃതജ്ഞത നിറഞ്ഞ മനസ്സിലേക്കാണ് ഈ ദിവ്യദർശനം തെളിഞ്ഞു കിട്ടിയത്, സ്വർഗം തുറക്കപ്പെട്ട് കിട്ടിയത്. നമ്മളിന്ന് വചനത്തിലൊക്കെ ധ്യാനിക്കുന്നുണ്ടായിരുന്നു. 143 സങ്കീർത്തനത്തിൽ കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുക. വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച് നമുക്ക് നൽകുന്ന ഒരു ആഹ്വാനമാണ്,
കൃതജ്ഞതയാണ് കർത്താവിന് സ്വീകാര്യമായ ബലി. നന്ദി നിറഞ്ഞ് പ്രാർത്ഥിക്കണം. നന്ദിയോടെ ഉള്ള ഒരു ഹൃദയം കർത്താവിന് സ്വീകാര്യമാണ്. ഈശോ ചോദിച്ചില്ലേ, 10 കുഷ്ഠരോഗികൾ, ഒരാൾക്ക് മാത്രമേ തിരിച്ചു വരാൻ തോന്നിയുള്ളൂ, നന്ദി പറയാൻ തോന്നിയുള്ളൂ. നമ്മളോട് ഈശോ ആ ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ ആ ചോദ്യം ഇങ്ങനെ ഉണർന്നു നിൽക്കണം. ഇതുവരെ കർത്താവ് നടത്തിയതിനൊക്കെ നന്ദി പറഞ്ഞിട്ടുണ്ടോ? എന്തോ ഒരു അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയേ. സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, വെല്ലുവിളികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ചില പ്രതിസന്ധികളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകായിരിക്കും. പക്ഷേ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, ഞാൻ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ നിന്നെ സഹായിക്കുന്നുണ്ടായിരുന്നു, നീ എന്നെ നന്ദിയോടെ ഓർത്തോ? ഈശോ അല്പം നിശബ്ദമായി ഒരുപക്ഷെ ഇന്ന് ഈ അൾത്താരയിൽ നിന്ന് ചോദിക്കുന്നതായിരിക്കും, ഞാൻ കൂടെ ഉണ്ടായിരുന്നിട്ടും, ഞാൻ സഹായിച്ചിട്ടും, ഞാൻ ചെയ്തു തന്ന എല്ലാ സ്നേഹത്തിനും നീ നന്ദി പറഞ്ഞിട്ടുണ്ടോന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ദിനവൃത്താന്ത പുസ്തകം 1-ാമത്തെ ആ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ദാവീദിൻ്റെ അടുത്തേക്ക് ദൈവം നാഥാൻ പ്രവാചകനെ അയക്കുന്നുണ്ട്. നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്, ദാവീദേ, നിനക്കിഷ്ടമുള്ളതെല്ലാം ചെയ്തു കൊള്ളുക, കർത്താവ് നിന്റെ കൂടെയുണ്ട്. എന്തൊരു വലിയ വാഗ്ദാനമാണ്. നിനക്കിഷ്ടമുള്ളതൊക്കെ ചെയ്തു കൊള്ളുക, കർത്താവ് നിന്റെ കൂടെയുണ്ട്. നമ്മളോടും ഈ വാഗ്ദാനം ഈശോ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്, നിന്നെ സഹായിക്കും. ദാവീദ് അത് ആഴത്തിൽ തിരിച്ചറിഞ്ഞു. എന്നിട്ട് ദാവീദ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, വീട്ടിനുള്ളിലേക്ക് കയറും. അവിടെ അവൻ ദൈവത്തിൻ്റെ ആരാധ്യമായൊരു സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, എന്നെ ഇത്രയധികം നീ അനുഗ്രഹിച്ചല്ലോ, ഒരു ആട്ടിടയനായി നടന്ന എന്നെ ഈ ഒരു വലിയ ഉന്നതിയിൽ നീ എത്തിച്ചു. എന്നിട്ട് തുടർന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതിന്, എൻ്റെ തലമുറകളേക്ക് അനുഗ്രഹിക്കുന്നതിനൊക്കെ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് ദാവീദ് തുടരുമ്പോൾ ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ, ഇത്രയധികം സ്നേഹിക്കാൻ, ഇത്രയധികം പരിഗണിക്കാൻ ഞാൻ എന്തുണ്ട്, എൻ്റെ കുടുംബം എന്തുണ്ട്, അതിനൊരു യോഗ്യത ഞങ്ങൾക്കില്ലേലും കർത്താവെ നീ അനുഗ്രഹിച്ചല്ലോ എന്ന് പറയുന്നുണ്ട്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദാവീദ് കർത്താവിൻ്റെ മുമ്പിൽ നിന്നു. ആ അധ്യായം അവസാനിക്കുമ്പോൾ ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവെ, അടിയൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം, ആ കുടുംബം എന്നും അങ്ങനെ ആയിരിക്കണം, എന്തെന്നാൽ അങ്ങ് അനുഗ്രഹിച്ചത് എന്നേക്കും അനുഗ്രഹീതമായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയിലേക്ക് നോക്ക്. അന്ന് ദാവീദിനോട് നാഥാൻ പറഞ്ഞ അതേ വാക്ക് പലതവണ നമ്മൾ ആവർത്തിച്ച് കേട്ടിട്ടുണ്ട്. കർത്താവിൻ്റെ നാവിൽ നിന്ന്, വചനത്തിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അങ്ങനെ കർത്താവ് കൂടെ നടന്ന് നമ്മളെ വളർത്തി വലുതാക്കി. ദാവീദ് സങ്കീർത്തനം 18 ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, അങ്ങയുടെ വാത്സല്യം എന്നെ വലിയവനാക്കി, ആട്ടിടയനായി നടന്ന് എന്നെ പടയാളിയാക്കി, ആ പടയാളിയായിരുന്ന എന്നെ രാജസിംഹാസനത്തിൽ എത്തിച്ചു. ഞാൻ ഇത്രയധികം സ്നേഹിക്കപ്പെടാൻ, ഞാൻ ഇത്രയധികം പരിഗണിക്കപ്പെടാൻ കർത്താവെ എന്ത് യോഗ്യത കണ്ടു നീ എൻ്റെ ഉള്ളിൽ. പാപിയായിരുന്നു, വീണുപോയി, കുറവുകളുണ്ട്, നിന്നിൽ നിന്ന് അകന്നുപോയി, എന്നിട്ടും എന്നെ സ്നേഹിച്ചല്ലോ, എന്നിട്ടും എന്നെ ചേർത്ത് പിടിച്ചല്ലോ. എന്നെ സ്നേഹിക്കുന്ന ദൈവമേ, ഞാൻ ഈ സമയം നന്ദി പറയുകയാണ്. കഴിഞ്ഞ കാലങ്ങളെല്ലാം ഓർത്ത് നീ ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ ആരാധിക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങുകയാണ്. എൻ്റെ ഹൃദയം നീ കാണണമേ, എൻ്റെ സ്വരം നീ കേൾക്കണമേ, എൻ്റെ മനസ്സിനെ ആഴത്തിൽ നീ കാണണമേ ഈശോയെ. എന്നെ അൻപോടു സ്നേഹിപ്പാൻ ഈശോയെ എന്താണ് എന്നിൽ കണ്ടത്? ഓ ഈശോ, ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. ഈശോയെ എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചീറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. ഇത്രമേൽ മാനിച്ചിടുവാൻ
തന്നതാമെന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. ഈശോയ്ക്ക് ഹൃദയം തീർന്ന് നമുക്ക് നന്ദി പറയാം. ഒന്നുമല്ലായിരുന്ന ഒരവസ്ഥയിൽ നിന്ന്, പാപിയായിരുന്ന ഒരവസ്ഥയിൽ നിന്ന്, കുറവുകളേറെയുള്ള നമ്മുടെ ജീവിതത്തെ എല്ലാ കുറവുകളും മായ്ച്ചു കളഞ്ഞ അവൻ്റെ വലിയ സ്നേഹം. കർത്താവേ, കൃതജ്ഞത നിറഞ്ഞൊരു ഹൃദയത്തോടെ ഞങ്ങൾ നിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. നന്ദി പറയാൻ മറന്നുപോയ നിമിഷങ്ങളെല്ലാം ഓർത്ത് ഈശോയെ മാപ്പ് ചോദിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും ഈശോയിലേക്ക് ആയിരിക്കട്ടെ. പരിശുദ്ധമ്മയുടെ കരം പിടിച്ച് ജപമണികൾ ഉരുട്ടി നമ്മൾ ഈശോയുടെ തിരുമുഖം തേടിയുള്ളൊരു യാത്രയിലാണല്ലോ. അമ്മ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന വലിയൊരു മാതൃകയെക്കുറിച്ച് നമ്മൾ ഇന്ന് വചനത്തിൽ ധ്യാനിക്കുകയുണ്ടായി. മറിയത്തിൻ്റെ സ്തോത്രഗീതം ലൂക്കാ സുവിശേഷകൻ അത് രേഖപ്പെടുത്തുന്നുണ്ട്. 1-ാം അധ്യായം 46 മുതലുള്ള വാക്യങ്ങളിൽ, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. കർത്താവ് നാളിതുവരെ ചെയ്ത എത്രയോ മഹനീയമായ കാര്യങ്ങളാണ് നമുക്ക് ഓർത്തെടുക്കാനുള്ളത്. പരിശുദ്ധ അമ്മ ഒരു സ്തോത്രഗീതം എഴുതിയതുപോലെ എനിക്കും നിനക്കും എഴുതാനില്ലേ ഒരു സ്തോത്രഗീതം? ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും വലുതോ ചെറുതോ എന്ന് നമ്മൾ വിധി കൽപ്പിക്കാതെ കർത്താവ് തന്നതല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല എന്ന തിരിച്ചറിവുണ്ടാവട്ടെ. ശക്തനായവൻ നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവൻ്റെ നാമം പരിശുദ്ധമാണ്. അവനിൽ നീ ആനന്ദം കണ്ടെത്തണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം നമ്മൾ നന്ദി പറയുകയാണ് ഈശോയ്ക്ക്. 143-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ, 105-ാം സങ്കീർത്തനത്തിൻ്റെ തുടക്കം മുതൽ സങ്കീർത്തകൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുക, നന്ദി പറയുക. നമുക്ക് നന്ദി പറയാം. കാരണം അവൻ തന്നതല്ലാതെ ഒന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ശക്തി, കഴിവ്, സൗന്ദര്യം, നമ്മളെത്തിയിരിക്കുന്ന ഇടങ്ങൾ, നമുക്ക് ലഭിച്ച പ്രോത്സാഹനങ്ങൾ, നമ്മുടെ ജോലി, നമ്മുടെ പഠനം, ലോകം നമ്മളെക്കുറിച്ച് നല്ല പറയുന്ന വാർത്തകൾ, നമ്മൾ താമസിക്കുന്ന ഭവനം, നമ്മൾ ജീവിക്കുന്ന രാജ്യം, സ്ഥലങ്ങൾ എല്ലാം ഈശോ തന്നതല്ലാതെ എന്തുണ്ട് നമ്മുടെ ജീവിതത്തിൽ? കർത്താവ് കൂടെ നടന്ന് നമ്മളെ അനുഗ്രഹിച്ചത് കൊണ്ടല്ലേ. ഈ സമയം ഈശോയിലേക്ക് നോക്കി എല്ലാ കാര്യങ്ങളും ഒന്ന് ഓർത്തെടുത്ത് നന്ദി പറയാവോ? ഓർമ്മയിലൊന്നും വരുന്നില്ലെങ്കിലും ഈശോയ്ക്ക് പറയാം, കർത്താവേ, എൻ്റെതായിട്ടൊന്നുമില്ല, എൻ്റെ കഴിവുകളല്ല, എല്ലാം നിൻ്റെ കൃപയായിരുന്നു. എന്നെ നടത്തിയത്, എന്നെ സ്നേഹിച്ചതെല്ലാം ഈശോയെ നിൻ്റെ വലിയ വാത്സല്യം കൊണ്ടായിരുന്നു. ഞാൻ ഇവിടെ വരെ എത്തിയത് നിൻ്റെ സ്നേഹം കൊണ്ടാണ്. നീ തന്നതല്ലാതെ ഒന്നും എൻ്റെ ജീവിതത്തിലില്ല. കർത്താവേ, ഞാനത് ഏറ്റുപറയുന്നു, ഞാനത് പ്രഖ്യാപിക്കുന്നു. ഈശോ, നീ തന്നതല്ലാതെ ഒന്നുമില്ല എൻ്റെ ജീവിതത്തിൽ. ഈ ആയുസ്, എടുക്കുന്ന ശ്വാസം എല്ലാം നീ തന്നതാണ്. 2 കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. നീ തന്നതല്ലാതെ എന്തുണ്ട് നാഥ എൻ്റെ ജീവിതത്തിൽ? ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നീ നടത്തിയതാണ്, നീ സ്നേഹിച്ചതാണ്, നീ പരിഗണിച്ചതാണ്. ആ പരിഗണനയും ആ സ്നേഹവും ആ കടാക്ഷവും ഇനിയും തുടരണമേ. അങ്ങ് അനുഗ്രഹിക്കണമേ. എന്തെന്നാൽ അങ്ങ് അനുഗ്രഹിച്ചത് എന്നേക്കും അനുഗ്രഹീതമായിരിക്കും. സ്വരമുയരട്ടെ, ഹൃദയം തുറക്കട്ടെ, അധരം തുറന്ന്, കണ്ണുകൾ തുറന്ന് ഈശോയെ സ്തുതിച്ച് നമുക്ക് ആരാധിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി, ആരാധന. ഈശോയെ ആരാധന. പരിശുദ്ധനെ ആരാധന. സർവശക്തനെ ആരാധന. കൃപാമയനെ ആരാധന. എനിക്കെല്ലാം തന്നവനെ, എന്നെ സ്നേഹിക്കുന്നവനെ, എന്നെ ചേർത്ത് പിടിക്കുന്നവനെ, സർവശക്തനെ, പരിശുദ്ധനെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ, ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. വലിയൊരു ബോധ്യത്തോടെ നമുക്കത് പാടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. എന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോവുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ത്യാഗത്തോടെ നമുക്ക് മുട്ടിന്മേലായിരിക്കാം.
കുന്നോളം നടത്തിയ ദൈവം കാത്തു, കാത്തതോർത്തു പോകുകിൽ ചേർത്ത് പിടിച്ചവൻ പരിപാലിച്ചു. എത്ര കാലം ജീവിച്ചെന്നാലും ഓ ഈശോ, നന്ദിയേകിത്തീരുമോ? നന്ദി ചൊല്ലി തീരില്ല കർത്താവേ. അങ്ങയുടെ മക്കൾ അങ്ങയുടെ മുൻപിൽ ഈ സമയം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ കൃപകൾക്കെല്ലാം നന്ദി പറയാണ്. അങ്ങയുടെ മുൻപിൽ മുട്ടിന്മേലായിരുന്നുകൊണ്ട് അങ്ങ് ഞങ്ങളെ ആശീർവദിക്കുന്ന ഈ സമയം ജീവിതത്തിൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയാണ് ഈശോയെ. ഇതൊന്നും സ്വീകരിക്കാൻ ഒരു യോഗ്യതയും ഞങ്ങൾക്കില്ല, പരിഗണിക്കപ്പെടാനോ മാനിക്കപ്പെടാനോ ഒന്നും ഞങ്ങൾക്കില്ല. എന്നിട്ടും നീ സ്നേഹിച്ചല്ലോ, എന്നിട്ടും നീ പരിഗണിച്ചല്ലോ, ചേർത്ത് പിടിച്ചല്ലോ. ഈശോയെ നന്ദി പറയുന്നു. മുട്ടിന്മേലായിരിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരങ്ങളെ ഈശോയിലേക്ക് ഒരിക്കൽ കൂടി നീട്ടിപ്പിടിച്ചുകൊണ്ട് അവിടുത്തെ ആരാധനയുടെ ഈ സമയം, ഈ കൃപയുടെ ഈ സമയം, അതിൻ്റെ പൂർണ്ണതയിൽ അനുഗ്രഹം നമ്മിലേക്ക് ഒഴുകാൻ വേണ്ടി ആഗ്രഹിച്ച് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി ശക്തമായി സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഇത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരണമെന്ന് അച്ഛൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മൾ ചെയ്യാനുള്ള ഒരു പുണ്യപ്രവൃത്തിയാണ്. രണ്ടാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു റിമൈൻഡറാണ്. ഇന്ന് നമ്മൾ ചെയ്യാനുള്ള പുണ്യപ്രവൃത്തി നമ്മൾ ഈ ചിന്തകളിലൊക്കെ പങ്കുവച്ചല്ലോ. മാധ്യമ ശുശ്രൂഷകൾക്ക് വേണ്ടി നമ്മളൊരു ജപമാല എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഈ ശുശ്രൂഷ കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു പുണ്യപ്രവൃത്തി ചെയ്യണം. ലോകമെമ്പാടുമുള്ള മാധ്യമ ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരു ജപമാല നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. ഒരു റിമൈൻഡർ ഉണ്ട്. നമ്മുടെ ഈ ജപമണികളുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയൊക്കെ കടന്നു പോവാണ്. നിങ്ങൾ ഒത്തിരി പ്രാർത്ഥന നിങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. നാളെയും കൂടെ നമുക്കതിനുള്ളൊരു സമയമുള്ളൂ. അപ്പം നാളെ പരമാവധി നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. ആ ദിവസം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഇനി എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇനി പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സമർപ്പിക്കാനുണ്ടെങ്കിൽ നാളെയാണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ്. വാട്സാപ്പ് നമ്പറിലേക്ക് അതെല്ലാം എഴുതണം, സമർപ്പിക്കണം. അമ്മയോട് ചേർന്ന് ഈശോയെ ലോകത്തിന് മുഴുവൻ അറിയിച്ചു കൊടുക്കാനുള്ള പരിശ്രമത്തിൽ പ്രാർത്ഥനയോടെ നമുക്കും പങ്കാളികളാകാം. തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ മാധ്യസ്ഥം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ. പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിച്ച് ഒക്ടോബർ മാസത്തിൽ അധികമായി ഒരു ജപമാലയെങ്കിലും ചൊല്ലി ഇനിയും ശാലോം ജപമാല സഖ്യത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0496 266 4600, 0496 266 4664. മെസ്സേജ് അയക്കാൻ വാട്സാപ്പ് നമ്പർ 9605818881. ഇമെയിൽ prayer@shalomonline.net. ജപമണികളിലൂടെ ഈശോയിലെത്താൻ ദൈവം തന്നൊരു നിധിയാണമ്മ. ജീവിത വ്യഥകളിൽ നീറിടുമ്പോൾ താങ്ങായെത്തുന്നോരമ്മ. താങ്ങായെത്തുന്നോരമ്മ. അമ്മേ, എന്നമ്മേ, ഈശോയുടെ അമ്മേ, സഹനത്തിൻ കൂട്ടായി വരണേ. കാൽവരി ക്രൂശിൽ ഈശോയെ നോക്കാൻ സ്നേഹത്തിൻ കൂട്ടായി വരണേ. സ്നേഹത്തിൻ കൂട്ടായി വരണേ.